എത്ര പള്ളികളാ അൽഹംദുലില്ലാഹ്. ഈ രാജ്യത്തിന്റെ വിവിധ സ്റ്റേറ്റുകളിൽ ബുൾഡോസറിന്റെ മുകളിൽ പള്ളികൾ ഇരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പള്ളികൾക്ക് പെയിന്റ് അടിക്കുകയും പുനർനിർമ്മാണം നടത്തുകയും പള്ളികൾക്ക് തറക്കല്ലിടുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന, ശിലയിടപ്പെട്ടുകൊണ്ടിരിക്കുന്ന സുന്ദരമായ മഴവിൽ മനോഹാരിതയുടെ സുന്ദരമായ തുരുത്താണ് കേരളം. വിവിധ സ്റ്റേറ്റുകളിൽ പള്ളികൾ, ചർച്ചുകൾ, താഴ്ന്ന ജാതിക്കാരുടെ അമ്പലങ്ങൾ JCBയുടെയും ബുൾഡോസറിന്റെയും മണ്ണുമാന്തി യന്ത്രത്തിന്റെയും മുകളിൽ ഇരിക്കുകയാണ്. അത് താഴോട്ട് വരുന്നില്ല. ആ നിലയിൽ വിവിധ സ്റ്റേറ്റുകളിലുള്ള പാവപ്പെട്ട സഹോദരങ്ങൾ അവര് കഷ്ടപ്പെടുമ്പോൾ നമ്മുടെ പള്ളികളിൽ, നമ്മുടെ നാടുകളിൽ അൽഹംദുലില്ലാഹ് പള്ളിക്ക് ശിലയിടപ്പെടുന്നു, പള്ളിയെ പുനർനിർമ്മാണം നടത്തുന്നു, നവീകരിക്കുന്നു. ആ പള്ളിയെ സഹായിക്കാൻ ആളുണ്ടാവുന്നു. ആ പള്ളിയെ എല്ലാവിധ ഗവൺമെന്റിന്റെ സപ്പോർട്ടും കൊടുത്തുകൊണ്ട് എല്ലാ പേപ്പർ വർക്കുകളും കൃത്യമായി നമുക്ക് കിട്ടുന്നു. അല്ലാതെ ആരും ഭയപ്പെടുത്തി പ്രീണിപ്പിച്ചോ അല്ലെങ്കിൽ പ്രലോഭിപ്പിച്ചോ പ്രകോപിപ്പിച്ചോ അല്ലല്ലോ ഖിദർ മസ്ജിദിന് നമ്മൾ NOC വാങ്ങിയത്. നമുക്കിവിടെ കിട്ടി. നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രത്യേകത അതാണ്. ഈ സന്തോഷം അല്ലാഹു നമുക്ക് പരമ്പരകൾ കൂടി പകർന്നു കൊടുക്കാൻ അമ്പലവും ചർച്ചും പള്ളികളും നമ്മുടെ നാട്ടിലുണ്ടാകണം. കേരളത്തിന്റെ ചില സ്ഥലങ്ങളിലുള്ള മനോഹരമായ ചില കാഴ്ചകൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് തന്നെ ഒരു 10-25 കിലോമീറ്ററിന്റെ ചുറ്റളവിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ ഹൈന്ദവ പിന്നെ ക്ഷേത്രത്തിന്റെയും അതുപോലെ തന്നെ മുസ്ലിം പള്ളിയുടെയും കമാനം ഒന്നാണ്. എൻ്റെ നാട്ടില് 20 കിലോമീറ്ററിന്റെ ചുറ്റളവിൽ ഇപ്പൊ ഞാൻ ഓർത്തെടുക്കുന്ന 2 സ്ഥലങ്ങളുണ്ട്. 2 സ്ഥലങ്ങൾ ഇപ്പൊ ഞാൻ ഓർത്തെടുക്കുന്ന മലയോര പ്രദേശങ്ങളിൽ. ഒരു തൂണ് പള്ളിയുടെ, ഒരു തൂണ് അമ്പലത്തിന്റെ. രണ്ടിന്റെയും കമാനം സെന്ററിൽ വന്ന് നിൽക്കുന്നു. ഒന്നിൽ പച്ച, ഒന്നിൽ പിന്നെ മറ്റൊരു കളറ്. ആ നിലയിൽ ഇങ്ങനെ ഹൈന്ദവന്റെയും മുസൽമാന്റെയും പള്ളികൾ അടുത്തുണ്ട് എന്ന് പറയത്തക്കവണ്ണം മനോഹരമായ നമ്മുടെ സംസ്ഥാനത്തിൽ പള്ളികൾക്കും അമ്പലങ്ങൾക്കും ചർച്ചകൾക്കും ശിലയിടുന്നതിനും ഉദ്ഘാടനം ചെയ്യുന്നതിനും തടസ്സങ്ങളില്ല എന്നുള്ളിടത്താണ് നമുക്ക് അല്ലാഹു തന്ന ഈ നാട്ടിൽ ജനിക്കാനും ജീവിക്കാനും, മരിക്കേണ്ടി വന്നാൽ ഇവിടെ മരിക്കാനും നമുക്ക് അല്ലാഹു തആല സൗഭാഗ്യം തരുന്ന ഏറ്റവും വലിയ അനുഗ്രഹമായി നമ്മൾ എണ്ണേണ്ടത്. അല്ലാഹു നമുക്ക് നിലനിർത്തി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ.